വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫോർമുലാസ് എന്താണ്, ഫങ്ഷൻസ് എന്താണ്, അതെങ്ങനെ അഡ്ജസൻറ്റ് സെല്ലിലേക്ക് കോപ്പി ചെയ്യാം എന്നൊക്കെയാണ്. ഞാൻ ഇതേപോലെ ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മന്ത്ലി സാലറി, ഇയർലി സാലറി ഒക്കെ ഉള്ള ഒരു ടേബിൾ. ഇതിൻ്റെ നമുക്കൊരു സം വെച്ചിട്ടാണ്, സം എന്ന ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്കങ്ങനെ സം ചെയ്യാം. ഈ സമ്മ് പറയുന്ന ഫോർമുലയും അല്ലെങ്കിൽ ഫംഗ്ഷനും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ട് ഈക്വൽ സിമ്പിളിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഫോർമുലാസിനകത്ത് തന്നെയാണ്. ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല ഇട്ടുങ്ങാണ്ട് നമ്മൾ പ്ലസ് നമ്മൾ പഠിക്കുന്ന പോലെ. പക്ഷേ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈക്വൽ സിമ്പിൾ ഇട്ടിട്ട് നമുക്ക് സെൽ അഡ്രസ്സ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു കമൻറ്റ് കൊടുക്കാം. ഒരു കമൻറ്റാണ് സം. ആ ഒരു കമൻറ്റ് കൊടുത്ത ശേഷം നമുക്ക് ആ രണ്ട് അഡ്ജസൻറ്റ് സെൽസിന് ഏതാണോ സെൽസിൻ്റെ വാല്യൂസ് സമ്മ് കാണേണ്ടത് ആ സെൽസിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെ രണ്ട് മെത്തേഡ് നമുക്കെന്ത് ഫങ്ഷൻസിൽ ഫോർമുല പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു സമ്മിനെ തന്നെ വേറെ നമുക്ക് ഒരുപാട് സമ്മ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഈ സമ്മ് പറഞ്ഞത് മാത്രമല്ല കേട്ടോ, അവറേജ് കാണാം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ കാണാം, അങ്ങനെ ഒരുപാട് ഈഫ് വെച്ചിട്ടുള്ളതുണ്ട്. അങ്ങനെ ഒരുപാട് ഇതുണ്ട് ഈ ഒരു ഫങ്ഷൻസിൽ നമുക്ക് ഇടുമ്പോൾ, ഒരു ഫോർമുലാസ് നമ്മൾ ഇടുമ്പോൾ. ഈ ഒരു ഇതിൽ കഴിഞ്ഞ് നമ്മൾ രണ്ട് വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സം ഉപയോഗിക്കുന്നത് ഈ 10 + 10. അത് നമുക്കറിയാം, അത് 20 ആണ്. അതിൽ ഓട്ടോ സമ്മിൽ പോവാം. ഓട്ടോ സമ്മിൽ അതേപോലെ തന്നെ നമുക്ക് ഓട്ടോ സമ്മിൽ എടുത്ത് ഡയറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻസേർട്ട് ഫോർമുല ബാർ ഉണ്ട്. ഇൻസേർട്ടിൽ അവിടെ പോയിട്ട് f(x) ഉണ്ടാവും. അവിടെ പോയിട്ട് നമുക്ക് ഡയറക്റ്റ് സമ്മിൻ്റെ അവിടെ വാല്യൂൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് സെല്ല് അഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇത് ടൈപ്പ് 1 ആണ്. ഇതിൽ വേറെ ഫങ്ഷനാണിത്. ഫങ്ഷൻ ആർഗ്യുമെൻറ്റ്സ് പറയുമ്പോൾ ഈ ടൈപ്പിൻ്റെ ആർഗ്യുമെൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അത് വാല്യൂസ് വേറെ വന്നിരിക്കുന്നത്. ഇതിൽ സമ്മിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. അത് നമുക്ക് ഒരുപാട് ആ ഒരു ഇതിൽ f(x) പറഞ്ഞ മുകളിലായിട്ട് ഇൻസേർട്ട് ഫോർമുല ബാറിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇത് നമുക്ക് കണ്ടോ, ഇത്രയും നമ്പേഴ്സ്, ഒരു നമ്പർ റേഞ്ചാണ് അവിടെ ചോദിക്കുന്നത്. നമ്പർ റേഞ്ച് കാണിച്ചു കൊടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ സമ്മിൻ്റെ വാല്യൂ കിട്ടും. ഇങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡിലൂടെ നമുക്ക് സമ്മ് കാണാം. ഇത് ഡിഫറെൻറ്റ് മെത്തേഡ് നമുക്ക് എല്ലാം കാണാം കേട്ടോ, സമ്മ് മാത്രമല്ല. ഇനി നമുക്ക് ആവറേജ് കാണാനാണെങ്കിൽ നമുക്ക് ആവറേജ് നമ്മൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ട് വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്ത് ആ നമ്പേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്ത് ആകെ കുറേ സമയം എടുക്കില്ലേ. സോ അത്രയൊന്നും വേണ്ട. ഈ രണ്ട് ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു ഇതിട്ട് കൊടുത്തിട്ട്, ഫോർമുല ആർഗ്യുമെൻ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഇതുള്ളൂ. നമുക്ക് മാനുവലി അത് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 10 + 20 ഡയറക്റ്റ് ഇട്ട് കൊടുത്ത് ഡിവൈഡഡ് ബൈ ഇത്ര നമ്പേഴ്സ് 2 അത് ചെയ്തിട്ടാണ് നമ്മൾ ആവറേജ് കാണുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനും ചെയ്യാം, ഡിവിഷനും ചെയ്യാം. നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു കമൻറ്റിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷനും സമ്മും അതേപോലെ തന്നെ ഡിവിഷനും അങ്ങനെ എല്ലാം നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് സെൽ അഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് ഫോർമുല ആൻഡ് ഫങ്ഷൻ ബാർ ഫങ്ഷണലായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ഒരു ടേബിളിലോട്ട് വരാം. ഈ ടേബിളിൽ സാലറി ബുക്കാണ് കേട്ടോ. ഇതിൽ പേരുണ്ട്, 1 2 3 ആണ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇതിലെന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇയർലി സാലറി കാണണം. ഇയർലി സാലറി കണ്ട ശേഷം നമുക്കതിൻ്റെ ടോട്ടൽ കാണണം. ഇയർലി സാലറി അറിയുമ്പോൾ മന്ത്ലി സാലറീൻ്റെ ഇൻറ്റു 12, 12 മാസം കൊണ്ട്, 12 മാസമല്ലേ. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം മന്ത്ലി സാലറി നമുക്ക് കാണുമ്പോൾ ഒരു യൂസ്ഫുള്ളല്ലോ, സാലറി ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫോർമാറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഞാൻ ഇതിലൊന്ന് ജസ്റ്റ് റഫായിട്ട് പറഞ്ഞു തരുന്നേ ഉള്ളൂ. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഫോർമാറ്റിംഗ് ഡീറ്റെയിലായിട്ട് പഠിക്കാം. ജസ്റ്റ് കറൻസി ആണെങ്കിൽ കറൻസി, ഇപ്പോൾ മന്ത്ലി സാലറിയൊക്കെ കറൻസി അല്ലേ. അപ്പോൾ കറൻസിയിൽ എത്രയാണോ, ഡോളറിലാണോ അല്ലെങ്കിൽ ഏത് ഇതിലാണോ നമ്മൾ കൊടുക്കേണ്ടത് അത് നമുക്ക് ഇതിലൂടെ സെലക്ട് ചെയ്ത്, ഞാൻ ജസ്റ്റ് ഡോളറിൽ നിന്നാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഡോളറിലാണ് ഞാൻ അവിടെ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആ സിമ്പലിൻ്റെ അവിടെ ഡോളറാണ്, അത് നമുക്ക് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മാനുവലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ സെലക്ട് ചെയ്യുകയോ ചെയ്യാം. ഇനി നമുക്കത് ഡെസിമൽ പ്ലേസസ് കൂട്ടി കൊടുക്കാം, കുറച്ച് കൊടുക്കാം. നമുക്ക് എന്താണോ അതിൻ്റെ നെസസിറ്റി അനുസരിച്ച് ചെയ്യാം. പിന്നെ അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും, ഡോളർ ചിഹ്നത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വരും. ഡോളർ ചിഹ്നത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇതായിട്ട് വരും.
ഞാനിതൊരു ബുക്കല്ലേ, അപ്പോൾ ഞാനിതൊരു കോളമാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഒക്കെ ഒരു ലൈനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ സൂപ്പറാക്കി എടുക്കണം. എക്സ്ട്രാ വരുന്ന ലൈനൊക്കെ ഡിലീറ്റ് ചെയ്യും. ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ 12 ഇൻറ്റു ആ ഒരു പർട്ടിക്കുലർ സെല്ല് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ഈ ഡോളർ സിഗ്നൽ ഇതിനെ ഒഴിവാക്കാം. ഇട്ട് കൊടുത്താലും വരും, പക്ഷേ നമുക്കിതിലെല്ലാത്തിലും ഡോളർ ചെയ്യാൻ ആവശ്യമില്ലല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്തിട്ട് ഒന്ന് റിമൂവ് ചെയ്യുകയാണ് കേട്ടോ. കാരണം നമുക്ക് ലാസ്റ്റത്തെ ടോട്ടൽ വാല്യൂവിൽ മാത്രം എന്ത് മതി, ഡോളർ എന്താണ് സിമ്പിൾ വെച്ചാൽ സിമ്പിൾ മതി. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. whatever എന്താണ് വേണ്ടത് വെച്ചായിരിക്കാം. ഇനി ഞാൻ D5 അല്ല നമുക്ക് വേണ്ടത് C5 ആണ് കേട്ടോ. നമ്മുടെ ടേബിൾ മന്ത്ലി സാലറി ഉണ്ടത്. നമുക്ക് സെൽ അഡ്രസ്സിങ് ആണത് കണ്ടോ. സെൽ അഡ്രസ്സിങ് ആണത്. സെല്ല് അഡ്രസ്സ് ചെയ്തിട്ട് നമുക്കത് കൊടുക്കാം. അത് കൊടുത്ത ശേഷം നമ്മൾ ഒന്ന് ഫിൽ ഹാൻഡ് ഉപയോഗിച്ചിട്ട് ഫിൽ ഹാൻഡ് എന്താ മനസ്സിലായോ? തൊട്ടടുത്തുള്ള സാധനമല്ല, താഴോട്ട് ഡ്രാഗ് ചെയ്തുകൊണ്ട് വരുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരുമ്പോൾ എല്ലാതും മൾട്ടിപ്പിൾ ചെയ്തിട്ടുണ്ടാകും. ആ ഒരു പർട്ടിക്കുലർ സെല്ല് പ്ലസ് ഇൻറ്റു അത് ചെയ്തിട്ടുണ്ടാകും. ഇത് റിലേറ്റീവ് റെഫറൻസ് എന്ന് പറയും. ഞാൻ അടുത്ത ക്ലാസ്സിലായിട്ട് പറഞ്ഞുതരാം. റിലേറ്റീവ് റെഫറൻസ് എന്താണ്, അബ്സല്യൂട്ട് റെഫറൻസ് എന്താണ്, മിക്സ്ഡ് റെഫറൻസ് എന്താണ്. ഇനി നമുക്കടുത്തത് സമ്മരിക്കും. ഈക്വൽ ടു സം പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ ഒരു റേഞ്ചിൽ സെലക്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കണ്ടോ, ഇതേപോലെ തന്നെ നമുക്ക് ഹൊറിസോണ്ടലി ആയിട്ടും ഫില്ലാൻഡ് ഉപയോഗിക്കാം, വെർട്ടിക്കലായിട്ട് ഫില്ലാൻഡ് ഉപയോഗിച്ചിട്ട് കോപ്പി ചെയ്യാം. അഡ്ജസൻറ്റ് സെല്ലിലേക്ക് ഫോർമുലാസിനെ കോപ്പി ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് വരുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫോർമുലാസ് ഫങ്ഷൻസ് അതിൻ്റെ ഉപയോഗം ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിച്ചത്. അതേപോലെ തന്നെ ഫോർമാറ്റിംഗ് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോർമാറ്റിങ്ങിനാണ് ഇത് കറൻസി എടുത്തിട്ട് അതിൽ നമുക്ക് ഡോളർ സിമ്പൽ വെച്ചിട്ട് ഒന്ന് ഫോർമാറ്റ് ചെയ്ത് വെച്ചു. അത് ഫോർമാറ്റിംഗ് എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇന്നത്തെ ക്ലാസ്സിൽ സെക്ഷനിൽ നമ്മൾ പഠിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഫോർമുലയിൽ പോയിട്ട് മാത്ത് ആൻഡ് ട്രിക്ക് ഉപയോഗിച്ചിട്ട് അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സമ്മിൻ്റെ ആവറേജിൻ്റെയൊക്കെ അത് ഉപയോഗിച്ചിട്ട് സമ്മ് എടുത്തിട്ടും ചെയ്യാം. ഓട്ടോ സമ്മ് എന്തൊക്കെയാണ് ഇപ്പോൾ ഞാനൊരു ഫോർ എക്സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ 12 അത് ഒരു ഫസ്റ്റത്തെ 2 റോ തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ആ മറ്റേ റോ സെലക്ട് ചെയ്ത് സമ്മ് എടുത്തിട്ട് കിട്ടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവർ അഡ്രസ്സ് ചെയ്യും ഈ സെല്ലാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്പർ 1 കണ്ടോ, അവിടെ നമ്മൾ ഓക്കെ കൊടുത്താൽ നമുക്ക് ആ 2 സെല്ലും തമ്മിൽ അഡീഷൻ സമ്മ് ചെയ്തിട്ട് തരും. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ